ഉപ്പോളം വരുമ്പോൾ ഉപ്പിലിട്ടെന്നൊരു ചൊല്ലുണ്ട്. ഈ ഒരു കാഴ്ച കണ്ടപ്പോൾ എനിക്കതാണ്ട് ഓർമ്മ വന്നതും പപ്പൂസിൻ്റെ കുഞ്ഞും മറ്റേ കുഞ്ഞും വന്നിട്ട് പപ്പൂസിൻ്റെ കുഞ്ഞിനെ മാത്രം എടുത്തുകൊണ്ട് വന്നെ നോക്കിയും മണിക്കുട്ടിയുടെ മരണത്തിന് ശേഷം മണിക്കുട്ടിയുടെ 3 കുഞ്ഞുങ്ങളെയും പപ്പൂസായിരുന്നു കേട്ടോ നോക്കിയിരുന്നതും. അപ്പം ഞാൻ കരുതിയത് പൂച്ചയാണല്ലോ, എണ്ണാനൊന്നും അറിയാൻ പാടില്ലല്ലോ. പപ്പൂസിൻ്റെ 4ൻ്റെ കൂട്ടത്തിൽ ആ 3 കൂടി കയറിയപ്പോഴത്തേക്കും സ്വന്തം കുഞ്ഞുങ്ങളാന്ന് തെറ്റിദ്ധരിച്ചിട്ടായിരിക്കും പപ്പൂസ് ആ കുഞ്ഞുങ്ങളെ സ്വന്തം അമ്മയെ പോലെ നോക്കുന്നതെന്നാണ് വിചാരിച്ചിരുന്നത്. കാര്യം എന്താ വെച്ചാൽ ഒരു വേർതിരിവ് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഒരു കാര്യത്തിൽ വേർതിരിവ് കാണിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി കാഞ്ഞ ബുദ്ധിയാണ് ഈ സാധനത്തിനും. അവൾക്കറിയായിരുന്നു അവളുടെ കുഞ്ഞ് ഏതാണ് മറ്റു കുഞ്ഞുങ്ങൾ ഏതാണെന്നുള്ളതും. അപ്പോൾ അവളുടെ കുഞ്ഞ് പുറത്തേക്ക് ഇറക്കാൻ അവൾ സെൽഫിഷായി മാറും കേട്ടോ. അവളുടെ കുഞ്ഞിനെ എത്രയും വേഗം പെറുക്കി അകത്തുകൊണ്ടുവന്ന് സേഫ് ആക്കി വെക്കും. മറ്റു കുഞ്ഞുങ്ങൾ പുറത്തുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല കേട്ടോ. ഈ ഒരു സംഭവം വെച്ച് പപ്പൂസിനെ ക്രൂരമായിട്ടൊന്നും കാണാൻ പറ്റില്ല കേട്ടോ. മണിക്കുട്ടി മരിക്കുന്ന സമയത്ത് അവളുടെ കുഞ്ഞുങ്ങൾ തീരെ പൊടിക്കുഞ്ഞുങ്ങളാണ്. തൻ്റെ കുഞ്ഞുങ്ങളല്ല എന്നറിഞ്ഞിട്ടും ആ ഒരു കുഞ്ഞുങ്ങളെ സ്വന്തം കുഞ്ഞുങ്ങളെ പോലെ നോക്കിയല്ലോ. അപ്പോൾ ആ ഒരു കാര്യത്തിൽ പപ്പൂസിനെ സംഭവിച്ചതിന് കൊടുത്തേ പറ്റുള്ളൂ കേട്ടോ. എന്നാലും മൃഗങ്ങൾക്ക് ബുദ്ധിയില്ലെന്ന് ആരാ പറഞ്ഞാൽ കാഞ്ഞ ബുദ്ധിയാണ് കേട്ടോ. സ്വന്തം ചോരയെ തിരിച്ചറിയാനുള്ള കഴിവൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി